നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹെഡ്ഗേവാർ പേര് വിവാദം. ഭിന്നശേഷിക്കാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവഹേളിച്ചെന്നാരോപിച്ച് MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. MLA വികസന വിരോധിയെന്ന നേതാക്കൾ ഭിന്നശേഷിക്കാരെയോ രക്ഷിതാക്കളെയോ കുറിച്ച് താൻ തെറ്റായ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും സമരം ചെയ്യുമ്പോൾ അതിന് അന്തസ്സ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ വെല്ലുവിളിക്ക് മുന്നിൽ തലകുനിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU. യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. പ്രതിഷേധത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് തൊഴിലാളികൾ. തൃശൂർ കളക്ടറേറ്റിലും പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി. ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിൽ വഴി. സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പത്തനംതിട്ട സ്വദേശി അനിൽകുമാർ. സംഭവത്തിൽ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ അറസ്റ്റിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. 2 പേർ ചേലക്കര പോലീസിന്റെ പിടിയിൽ. MDMA കേസിൽ വിദേശ പൗരനെ അറസ്റ്റ് ചെയ്ത് കുന്നംകുളം പോലീസ്. പിടിയിലായത് താൻസാനിയ സ്വദേശിയായ യുവാവ്. പ്രണയം നടിച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമം എതിർത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച പട്ടാമ്പി FTSC. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലുള്ള മാലിന്യ സംസ്കരണശാലയ്ക്കെതിരെ വിവാദമുയർത്തുന്നത് വികസന വിരുദ്ധരെന്ന് ചെയർപേഴ്സൺ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടെ സംസ്കരണശാല ആധുനികവൽക്കരിക്കുന്നതാണ് അസഹിഷ്ണുതയ്ക്ക് കാരണമെന്നും ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ K. ജാനകിദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാലിന്യ സംസ്കരണശാല സന്ദർശിച്ചു. വരവായി തൃശൂർ പൂരം. പാറമേക്കാവിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. പന്തൽ ഉയരുക തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിൽ. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം 25-ന്. നടുവിലാലിലും നായ്ക്കനാലിലും പന്തൽ ഉയരും. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി വിഭാഗത്തെ അപമാനിച്ച പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് BJPയുടെ MLA ഓഫീസ് മാർച്ചിൽ കലാശിച്ചത്. ഭിന്നശേഷി വിഭാഗത്തെ പാലക്കാട് MLA അപമാനിച്ചെന്നും MLA മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. 11 മണിയോടെ പാലക്കാട് BJP ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രദേശത്ത് സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടു. BJP നേതാവ് MT രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. മാർച്ചിനെ തുടർന്നും സംഘർഷാവസ്ഥ നിലനിന്നതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷി വിദ്യാർത്ഥികളെക്കുറിച്ച് താൻ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സമരം നടത്തുമ്പോൾ അതിന് ഒരു അന്തസ്സ് വേണം. രാഷ്ട്രീയം പറയാനുള്ള അന്തസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഭിന്നശേഷിക്കാരെ അവഹേളിച്ചെന്ന വ്യാജ ആരോപണവുമായി BJP MLA ഓഫീസ് മാർച്ച് നടത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഭിന്നശേഷി വിദ്യാർത്ഥികളെ പറ്റി ഇവിടെ ആരെങ്കിലും ഒരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊരു വാക്കെങ്കിലും വേണ്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഇവർക്ക് ഈ രാഷ്ട്രീയം പറയാനുള്ള അന്തസ്സ് ഇവരെന്താ കാണിക്കാറ്? നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ എന്തിനാ ഈ മെലോ ഡ്രാമാസിലേക്ക് പോകുന്നതിന്? എന്തിനാ ഇങ്ങനെ ഓവറാക്കുന്നത്? എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ എതിരായി ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാമെങ്കിൽ അവർ പറയുന്ന പണി ഞാൻ ചെയ്യാം. BJPയിൽ ചേരുന്നത് ഒഴിച്ച് അത്ര അധമമായൊരു പണി അവരെന്നോട് പറയരുത്. ബാക്കി എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യും. വെറുതെ ഒരു സമരം നടത്തുകയാണെങ്കിൽ അന്തസ്സായി സമരം നടത്തുക, പോവുക. അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. പാലക്കാട്ട് BJP പ്രതിഷേധത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണി.
തല ആകാശത്ത് കാണേണ്ടി വരുമെന്നായിരുന്നു MLA ഓഫീസ് മാർച്ചിൽ സ്വാഗത പ്രസംഗം നടത്തിയ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ ഭീഷണി. MLAയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും ഓമനക്കുട്ടൻ ആവർത്തിച്ചു. നേരത്തെ DCC ഓഫീസ് മാർച്ചിലും രാഹുലിനെതിരെ BJP നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു. മാത്രം സൂചിപ്പിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ്, ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന CITU. തൊഴിൽ നിഷേധത്തിനും വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനുമെതിരെ കുളപ്പുള്ളിയിൽ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ പ്രകടനവും പൊതുയോഗവും നടത്തി. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിൽ തൊഴിൽ നിഷേധം ആരോപിച്ചും വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെയുമാണ് കുളപ്പുള്ളിയിൽ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തിയത്. നൂറുകണക്കിന് തൊഴിലാളികൾ പ്രകടനത്തിൽ അണിനിരന്നു. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽ ആൻഡ് സിമന്റ്സിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മൈക്കും അണികളെയും കണ്ടാൽ എന്തും വിളിച്ചു പറയാമെന്ന വ്യാപാരി നേതാവിന്റെ ഹുങ്ക് അവസാനിപ്പിക്കണമെന്ന് സുരേഷ് ബാബു ആഹ്വാനം ചെയ്തു. തൊഴിൽ സംരക്ഷിക്കാനുള്ള സമരമാണ് തൊഴിലാളികൾ നടത്തുന്നത്. വ്യാപാരി നേതാവിന്റെ ഭീഷണി കൊണ്ട് സമരക്കാരെ പിന്തിരിപ്പിക്കാനാവില്ല. തൊഴിൽ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്നും EN സുരേഷ് ബാബു വ്യക്തമാക്കി. ഞങ്ങൾ തീരുമാനിച്ച എല്ലാം ഈ 5000 കൂടി എത്തില്ലേ? നിങ്ങൾ എതിർക്കാൻ 5000 ഉണ്ടല്ലോ, ഞങ്ങളുടെ 5 പോരെ. നിങ്ങളിവിടെ കയറി വിടുവായത്തം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കുമോ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു വാചകം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല. നിങ്ങൾ പറഞ്ഞത് മൈക്കിൽ കൂടെ കേട്ടത് കാറ്റത്ത് പോയി. ഞാൻ പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമാക്കും, പക്ഷെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയൂല. ഇതാ ഞങ്ങളുടെ സംസ്കാരം. ഇനി നിങ്ങൾ കൈവെട്ടിക്കളയും, എന്നാ വെട്ടിക്കോ. വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാവ് എവിടെയാണ്, ഏത് CIT-കാരനെയാണ് വേണ്ടത് പറഞ്ഞാൽ പട്ടാപ്പകൽ കൊണ്ടുതരാം. ആ തൊഴിലാളിൻ്റെ ദേഹത്ത് ഒരു തരി മണലിട്ട് നോക്ക്, ഒരു തരി മണൽ നീ ഒന്ന് ഇട്ട് നോക്ക്. ഇതൊന്നും ഞങ്ങളോട് വേണ്ട. അതൊന്നും ഇപ്പോൾ ആ വീര്യത്തിലൊന്നും ഒരു കുറവുമില്ലാതെ തന്നെയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചു പോകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഈ നാട്ടിൽ ഞങ്ങളുടെ കാരണം കൊണ്ട് യാതൊരുവിധ സമാധാനക്കേടും ഒരു സാധാരണ മനുഷ്യന് പോലും ഉണ്ടാവരുത് എന്നതാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CIT തൊഴിലാളിയുടെ രാഷ്ട്രീയം അതാണ്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് TN ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PN മോഹനൻ, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, ജില്ലാ വൈസ് പ്രസിഡന്റ് S കൃഷ്ണദാസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി K ഗംഗാധരൻ, P സിന്ധു, V അനിരുദ്ധൻ, N ജയപാൽ, ND ദിൻഷാദ്, B വിജയൻ, C ശ്രീകുമാർ, MC ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. RDOക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശം വ്യാജമാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ബോംബ് ഭീഷണിയെ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ്, ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി പളനിസ്വാമിയെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീഷണി സന്ദേശത്തിൽ പരാമർശമുണ്ട്.
RDX ബേസ്ഡ് എക്സ്പ്ലോസീവ് സ്ഥാപിച്ചു എന്നായിരുന്നു മെയിലിലെ ഭീഷണി. ഉച്ചയ്ക്ക് 1:30 പൊട്ടുമെന്നാണ് ഭീഷണി സന്ദേശം. bhishani.rana@hotmail.com എന്ന മെയിലിൽ നിന്ന് പുലർച്ചെ 4:30 ഇമെയിൽ സന്ദേശം വന്നത്. ജില്ലാ കളക്ടറേറ്റിൽ ലഭിച്ചത് വ്യാജ സന്ദേശം എന്നതാണ് നിഗമനം. സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയും വ്യാജ സന്ദേശം വന്നിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തമിഴ്നാട് ലിബറേഷൻ ആർമി എസ് മാരൻ ട്രിച്ചി സെൻട്രൽ എന്ന അഭിസംബോധനയോടെയാണ് മെയിൽ അവസാനിക്കുന്നത്. സന്ദേശം വ്യാജമാണെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും ഡോഗ് സ്ക്വാഡ് എത്തിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കേരള പോലീസിൻ്റെ K9 ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കളക്ടറേറ്റ് വരാന്തയിലും മറ്റ് ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് ഭീഷണിയില്ലെന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി. റാണ തനാവൂർ എന്ന പേരിലാണ് ഭീഷണി സന്ദേശമെത്തിയത്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കുമെന്നും ഭീഷണിയിലുണ്ട്. പാലക്കാട്, തൃശൂർ സിവിൽ സ്റ്റേഷനുകളിലെ RDO ഓഫീസുകളിലാണ് സന്ദേശമെത്തിയത്. രാവിലെ RDOയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റാണ തഹാവൂരിൻ്റെ പേര് ചേർത്ത മെയിൽ ID-യിൽ നിന്നാണ് ഭീഷണി എത്തിയത്. 1:30 സ്ഫോടനം നടക്കുമെന്നായിരുന്നു ഭീഷണി. തുടർന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരള പോലീസിൻ്റെ K9 ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. കളക്ടറേറ്റ് വരാന്തയിലും മറ്റ് ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ബോംബ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഡോഗ് സ്ക്വാഡ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി 40 വയസ്സുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി 39 വയസ്സുള്ള ഷാജു ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട സ്വദേശി 40 വയസ്സുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. തൃത്തല്ലൂർ മെളുബസാറിലെ അരി ഗോഡൌണിലെ ഡ്രൈവറാണ് അനിൽകുമാർ. ഒപ്പം പണിയെടുക്കുന്ന കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചാക്കോയെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വഴക്കോ വക്കാണോ ഇന്നുവരെ തൊഴിലിടങ്ങളിൽ കണ്ടിട്ടുമില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. താഴെ താമസിക്കുന്നവരും പോലും അറിഞ്ഞിട്ടില്ല. കാരണം അത്ര ബഹളമോ ഒച്ചയോ ഒന്നും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ മോളിൽ നിന്ന് ഇവൻ ചാടി കഴിഞ്ഞപ്പോൾ സാജൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ താഴത്ത് വീണെടുക്കായിരുന്നു. അപ്പോൾ അവൻ ഒരു ഹോളോ ബ്രിക്സ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുകയും ഉടനെ വിളിച്ചു പറയുകയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇരുവരും താമസിക്കുന്ന വീടിന്റെ ടെറസിനു മുകളിൽ നിന്ന് അനിൽകുമാറിനെ ഷാജു തള്ളി താഴെയിടുകയായിരുന്നു. താഴെ വീണ അനിൽകുമാറിനെ വീണ്ടും ഷാജു ഹോളോ ബ്രിക്സ് കട്ട കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ വാടാനപ്പള്ളി പോലീസ് ഷാജുവിനെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ പിടികൂടി. ഇന്നലെ രാത്രി 11:30 സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര വെങ്ങാനല്ലൂരിൽ ഉണ്ടായ കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി 19 വയസ്സുള്ള ഷാനുബിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 2 പേരെ ചേലക്കര പോലീസ് പിടികൂടി. കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വെങ്ങാനല്ലൂർ സ്വദേശി 19 വയസ്സുള്ള ഷാനുബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ ചേലക്കര പോലീസ് പിടികൂടിയിട്ടുണ്ട്. വെങ്ങാനല്ലൂർ സ്വദേശികളായ ബിബിൻ, പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. ഷാനുബും പിടിയിലായവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചേലക്കര CI K സതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. MDMA കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാമയാണ് പിടിയിലായത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാമയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് കുന്നംകുളം പോലീസ് വിദേശ പൗരനെ പിടികൂടിയത്. മയക്കുമരുന്ന് റാക്കറ്റിൽ ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിദേശികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രണയം നടിച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമം തടഞ്ഞ പെൺകുട്ടിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ.
തിരുവാഴിയോട് മലേരിയം പടിഞ്ഞാറൻ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ജംഷീറിനെയാണ് പട്ടാമ്പി FTSC ശിക്ഷിച്ചത്. പ്രതി 23 വയസ്സുള്ള മുഹമ്മദ് ജംഷീറിന് വിവിധ വകുപ്പുകളിലായി 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയുമാണ് പട്ടാമ്പി FTSC ചാർജുള്ള പാലക്കാട് FTSC ജഡ്ജ് സഞ്ജു ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. സബ് ഇൻസ്പെക്ടർ K. ജസ്റ്റിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത്. ഇൻസ്പെക്ടർ P. അജിത് കുമാർ, മണ്ണാർക്കാട് സ്റ്റേഷനിലെ SI സീന എന്നിവരും കേസന്വേഷണത്തിൽ സബ് ഇൻസ്പെക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. 26 സാക്ഷികളെ വിസ്തരിച്ച് രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരിയിൽ ബസ് സ്റ്റോപ്പിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബാംഗ്ലൂർ സ്വദേശി 80 വയസ്സുള്ള മുനിസ്വാമിയാണ് മരിച്ചത്. ഏറെ നാളായി ഭാര്യയോടൊപ്പം വടക്കാഞ്ചേരി നഗരത്തിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചു വന്നിരുന്ന ആളാണ്. മുള്ളൂർക്കര ആറ്റൂർ മേലെ വെട്ടിക്കാട്ടരി 15-ാം പാലത്തിന് സമീപം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികന്റെ മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുള്ളതായാണ് സ്ഥിരീകരണം. കുന്നുമ്മൽ വീട്ടിൽ പരേതനായ വേലായുധന്റെ മകൻ 56 വയസ്സുള്ള മണികണ്ഠന്റെ മൃതദേഹമാണ് ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാതാവ് പരേതയായ അമ്മാളു, ഭാര്യ ഗിരിജ, മക്കൾ മിനി, മിഥുൻ, മരുമകൻ ബിജുമോൻ. താമസിക്കുന്നതാണ്. ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ മണം സ്മെല്ല് വന്നപ്പോഴാണ് ആളുകൾ വാതിൽ തുറന്ന് നോക്കിയത്. അപ്പോൾ 2 ദിവസം പഴക്കമായിട്ടുണ്ട്. ആൾക്ക് അസുഖമുള്ള ഒരാളാണ്. മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും മരിക്കുക. അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ പറ്റുള്ളൂ. വരവായി തൃശൂർ പൂരം. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനിലാണ് പന്തലിന്റെ കാൽനാട്ടിയത്. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചായിരുന്നു പന്തൽ കാൽനാട്ടുകർമ്മം. പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് പന്തൽ കാൽനാട്ട്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് ഉയരുക. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം ഈ മാസം 25-ന് നടക്കും. വെടിക്കെട്ടിന്റെ ഫയർ ലൈൻ പിറകിലോട്ട് വലിച്ച് കൂടുതൽ ആളുകളെ സ്വരാജ് റൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. തൃശൂർ ഇന്നു മുതൽ പൂര ലഹരിയിലാണ്. ഇന്ന് കാലത്ത് 9:30-ക്ക് ബ്രഹ്മശ്രീ കരേക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. പണികളിപ്പോൾ ആരംഭിക്കും. എടപ്പാട് നാദം ബൈജുവാണ് ഇതിന്റെ കോൺട്രാക്ടർ. ഏതാണ്ട് 100 അടി പൊക്കം ആണ് ഇതിന്. പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂര ലഹരിയിൽ തന്നെയാണ് തൃശ്ശൂർ. തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ വേലയ്ക്ക് ചെയ്ത മാതിരി മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട്. ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലുള്ള ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും. ആകെ 100 മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ബാറ്റയും രാഘവൻ നമ്പരും ഞങ്ങളൊരു 4-5 ദിവസം നടന്നപ്പോൾ നമുക്ക് കിട്ടിയത് എമ്മോ റോഡ് വരെ. എന്നിട്ട് ബാറ്റ മുതൽ രാഗം വരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 100 മീറ്ററിൽ കൂടുതലുണ്ട്. പൂരം വെടിക്കെട്ട് മുൻ വർഷങ്ങളേക്കാൾ ഭംഗിയായി ആസ്വദിക്കാനാകുമെന്നും സർക്കാരും ദേവസ്വവും ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവേശകരമായ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് പാറമേക്കാവിൻ്റെ 100 അടിയിലധികം ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ
പന്തലിന്റെ കാൽനാട്ടുകർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെക്കാളും അല്ലെങ്കിൽ മുൻകാലത്തെക്കാളും കൂടുതലായിട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ ഇത്തവണ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. 100 അടി ഉയരത്തിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന്റെ നിർമ്മാണ ചുമതല എടപ്പാൾ നാദം ബൈജുവിനാണ്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽ നാട്ടിയത്. പാറമേക്കാവിന്റെ പൂരം ബ്രോഷറും കാൽനാട്ടുകർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണ മാലിന്യ സംസ്കരണശാലയ്ക്കെതിരെ വിവാദമുയർത്തുന്നത് വികസന വിരുദ്ധരെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി. പനമണ്ണ മാലിന്യ സംസ്കരണശാല സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെയും ഒറ്റപ്പാലം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്തെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിക്കുകയാണ്. ജൈവമാലിന്യ സംസ്കരണത്തിന് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ സ്ഥാപിച്ചതിൻ്റെയും ആധുനിക മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, മാലിന്യ സംസ്കരണശാലയ്ക്ക് ചുറ്റുമതിൽ, ഗേറ്റ് ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം 18 വൈകിട്ട് 4 മണിക്ക് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും. ഒറ്റപ്പാലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പനമണ്ണ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ 14,145 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് ആദ്യം കണക്കാക്കിയിരുന്നെങ്കിലും ഭൂമിക്കടിയിലേക്ക് കൂടുതൽ മാലിന്യമുണ്ടെന്ന് പിന്നീട് കണ്ടെത്തുകയും 1,00,000 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യാനുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ മാലിന്യ സംസ്കരണശാലയ്ക്കെതിരെ വിവാദങ്ങൾ ഉയർത്തുന്നത് വികസന വിരോധികളാണെന്ന് സ്ഥലം സന്ദർശിച്ച ചെയർപേഴ്സൺ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സ്ഥലമുള്ളൊരു നഗരസഭയാണ്. 30 വർഷമായി എടുത്തിരുന്ന മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുകയും അത് മല പോലെ കൂടിക്കിടക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ഘട്ടം ആദ്യം മാലിന്യ സംസ്കരണം നടത്തി ബയോമൈനിങ് ചെയ്ത് പ്ലാസ്റ്റിക് വേർതിരിച്ച് പ്ലാസ്റ്റിക് കയറ്റിപ്പോയി. രണ്ടാം ഘട്ടവും നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആലോചന വന്നത്. സാനിറ്ററി നാപ്കിൻ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രം നമ്മളിപ്പോൾ അവിടെ അതിനുവേണ്ടി ഷെഡ് പണി കഴിച്ചിട്ടുണ്ട്, സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതും പണി പൂർത്തീകരിക്കും. 2021-22 വർഷത്തിൽ 70 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടിക്രമങ്ങളിലൂടെ ഏജൻസിയെ കണ്ടെത്തി 9,200 ക്യൂബിക് മീറ്റർ മാലിന്യം ഒന്നാം ഘട്ടത്തിൽ നീക്കം ചെയ്തു. GPS സംവിധാനം ഉപയോഗിച്ച വാഹനത്തിൽ കൃത്യമായി സിമൻറ്റ് ഫാക്ടറികളിൽ പ്ലാസ്റ്റിക് മാലിന്യം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരന് തുക അനുവദിച്ചു. 2023-24 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. കോഴിക്കോട് MCK കുട്ടി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എന്ന സ്ഥാപനത്തിനാണ് ടെൻഡർ നൽകിയത്. ബയോമൈനിങ്ങിലൂടെ മാലിന്യം നീക്കം ചെയ്തു. പ്രവൃത്തികൾക്കായി 9 കോടി രൂപ ചെലവാക്കിയെന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വാദം അടിസ്ഥാനരഹിതമാണ്. 2.42 ഏക്കർ സ്ഥലത്ത് ബാക്കിയുള്ള 17,756 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പദ്ധതി ടെൻഡർ ചെയ്ത് സർക്കാരിൻ്റെ അനുമതിക്കായി അയച്ചിട്ടുണ്ട്. കൂടാതെ ബയോമൈനിങ്ങിലൂടെ വീണ്ടെടുത്ത സ്ഥലത്താണ് പൂന്തോട്ടം നിർമ്മിക്കുന്നതും വൃക്ഷങ്ങൾ നടുന്നതും. പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയിലെ വികസനങ്ങൾ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ചെയർപേഴ്സണോടൊപ്പമുണ്ടായിരുന്ന വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. അറിയാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ, സമര നാടകങ്ങൾ ഇവിടെ നടന്നിരുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നാടകങ്ങളാണ് പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയെ മോശമായി ചിത്രീകരിക്കാനും പനമണ്ണയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ മാലിന്യ സംസ്കരണശാല എന്നും ദുർഗന്ധപൂരിതമാകണം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൗൺസിലർമാരായ പി കല്യാണി, സബിത മണികണ്ഠൻ, സെക്രട്ടറി AS പ്രദീപ് എന്നിവരും ഇരുവർക്കുമൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽത്തുമ്പി പരിശീലന ക്യാമ്പിന് വിളയൂരിലെ പേരടിയൂർ ALP സ്കൂളിൽ തുടക്കമായി. സംസ്ഥാന അക്കാദമിക് കൺവീനർ TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 19 വരെയാണ് ക്യാമ്പ്. പരിശീലനം പൂർത്തിയാക്കുന്ന വേനൽത്തുമ്പികൾ ഏപ്രിൽ 20-ന് പറന്നുയരും. 3 നാടകങ്ങളും സംഗീതശില്പങ്ങളും അടങ്ങുന്ന വേനൽത്തുമ്പി കലാജാഥ ഏരിയയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 25 വരെ പരിപാടികൾ അവതരിപ്പിക്കും. NREG വർക്കേഴ്സ് യൂണിയൻ മുത്തുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികളെ
അനുമോദിക്കുന്നതിനായി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടയിൽ അരിയില്ല എന്ന് കേൾക്കുന്നേയില്ല 9 കൊല്ലമായിട്ട്. മാത്രമല്ല മറ്റേ പഴയ കാലത്തെ പോലെ കല്ലരി മുള്ളായി കുട്ടിയുടെ കയ്യില്ല. കല്ലരി മുള്ളായി കോഴിക്കുട്ടി തിന്നാൻ കൊടുത്ത കോഴിക്കുട്ടി തിന്നില്ല. അത് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടോ? നല്ല ഏ ക്ലാസ് ബിരിയാണി പറ്റിയ ഈ റേഷൻ കടയിൽ മാറ്റാൻ പോകുന്നില്ല. ഇതാണ് സാധാരണക്കാരുടെ മാറ്റം. ചടങ്ങിൽ തൊഴിലാളികളെ ആദരിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അറ്റ്ലീസ് അധ്യക്ഷത വഹിച്ചു. എം ശങ്കരൻകുട്ടി, സി മുകേഷ്, എ ആനന്ദവലി, PM ഉഷ, ബുഷറ സമദ്, കെ ബിന്ദു, അമ്പിളി, ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. വിശേഷ പൂജകൾ, വേല എഴുന്നള്ളിപ്പ്, സംഗീതോത്സവം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ വിശേഷ പൂജകൾ, ചാന്താട്ടം, ഗുരുതി എന്നിവ നടന്നു. തുടർന്ന് സംഗീതോത്സവമുണ്ടായിരുന്നു. നമ്പാടം സുബ്രഹ്മണ്യൻ കോവിൽ നിന്നും കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ വേല എഴുന്നള്ളിപ്പുണ്ടായി. പ്രമുഖ കലാകാരന്മാർ പങ്കെടുത്ത കഥകളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കര റേഞ്ചിലെ മദ്രസ അധ്യാപകർക്കുള്ള 2 ദിവസത്തെ പരിശീലന ക്ലാസ് ആറ്റൂർ നൂറുൽ ഉലും മദ്രസയിൽ തുടങ്ങി. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങളെക്കുറിച്ച് പരിശീലനം നൽകുന്നതിനായാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ കാലത്തെ കുട്ടികളെ മദ്രസയിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുന്നതിനും പഠനം എളുപ്പമാക്കുന്നതിനും സഹായമാകും വിധത്തിൽ ധാരാളം ചിത്രാവിഷ്കാരങ്ങളും ഓഡിയോ വീഡിയോ കണ്ടന്റുകളും ഉൾപ്പെടുത്തിയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് ആറ്റൂർ മഹൽ ഖത്തീബ് CK ഉമർ അൻവരി പറഞ്ഞു. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് പരിശീലനം നൽകുന്നതിന് വേണ്ടി മുള്ളൂർക്കര, ദേശമംഗലം, ചേലക്കര എന്നീ റേഞ്ചുകളിലെ മുഴുവൻ അധ്യാപകർക്കും ബുധൻ, വ്യാഴം രാവിലെ 7 മണി മുതൽ മുള്ളൂർക്കര റേഞ്ചിലെ ആറ്റൂർ നൂറുൽ ഉലും മദ്രസയിൽ വെച്ച് നടന്ന പാഠപുസ്തക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജംഇയ്യത്തുൽ മുവല്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് M അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. ഷബീർ ദാരിമി പരപ്പനങ്ങാടി, ഷഫീഖ് ഫൈസി കാളിക്കാവ്, K സുലൈമാൻ ദാരിമി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കടന്ന് ഒന്ന് ആറ്റിക്കുറിക്ക് പറഞ്ഞാൽ 5 വൻകരകളിലേക്ക് സമസ്തയുടെ പ്രവർത്തനം കടന്നു. അൽഹംദുലില്ലാ. നമ്മളെ മലപ്പുറം ജില്ലയിലെ ചേളാരി, കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ഓഫീസിൽ നിന്ന് ഒരു സ്വിച്ച് ഞെക്കിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വെച്ച്, മദീനയിൽ വെച്ച് ലോകത്തെ സകല ദീനീ ചൈതന്യങ്ങളും നിയന്ത്രിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് ത്വാഹ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. BAM അജ്മൽ ഭാഗവി, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ, ആറ്റൂർ മഹല്ല് ഭാരവാഹികളായ OM ഏന്ത്യൻ, AM അലി, PS ഷംസുദ്ദീൻ ഹാജി എന്നിവർ സംസാരിച്ചു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KM മുഹമ്മദ് ഹാജി സ്വാഗതവും ചേലക്കര റേഞ്ച് ചെയർമാൻ PS ഖമറുദ്ദീൻ മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്പലപ്പാറ, കൊങ്ങൻപാറ, മുണ്ടിയൻകാവ് വിഷുവേല ആഘോഷിച്ചു. വിവിധ ദേശവേലകൾ ആഘോഷത്തിന് മിഴിവേകി. വർണ്ണാഭമായ പരിപാടികളോടെയാണ് അമ്പലപ്പാറ, കൊങ്ങൻപാറ, മുണ്ടിയൻകാവ് വിഷുവേല ആഘോഷിച്ചത്. വിവിധ ദേശവേലകൾ ആഘോഷത്തിന് മിഴിവേകി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ നടന്നു. വൈകിട്ട് കാവങ്കണത്തിൽ മേളമുണ്ടായി.
ഇതേ തുടർന്നാണ് വിവിധ വേലകൾ കാവിലേക്കെത്തിയത്. ആന, കാള, വണ്ടിവേഷങ്ങൾ, തിറകൾ എന്നിവ ദേശവേലയ്ക്ക് അകമ്പടിയായി. വെടിക്കെട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുതുതല കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുവട് 2025 എന്ന പേരിൽ ഏപ്രിൽ 17 മെഗാ ചവിട്ടുകളി ഉത്സവം സംഘടിപ്പിക്കും. വൈകിട്ട് 4 ARM ഫ്ലഡ് ലൈറ്റ് ടർഫിൽ വെച്ചാണ് പരിപാടിയെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു. 1001 വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി ടാലന്റ് റെക്കോർഡ് ബുക്കിലേക്ക് നടന്നു കയറാനുള്ള ഉദ്യമമാകും. 20 പേരടങ്ങുന്ന 60 കളങ്ങൾ രൂപപ്പെടുത്തിയാണ് മെഗാ ചവിട്ടുകളി അരങ്ങേറുക. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന കളിയിൽ 1000-ലധികം പേർ ഒരുമിച്ച് പങ്കെടുക്കുന്നത് ആദ്യമായാണ്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധികളും കളി നിരീക്ഷിക്കാനെത്തും. ഇതിനു മുന്നോടിയായി സാംസ്കാരിക സദസ്സും ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കുടുംബശ്രീയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ഒരു തനത് അവരുടെ ഒരു ആനന്ദ നൃത്തം അല്ലെങ്കിൽ കലാരൂപമായ ചവിട്ടുകളിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ചുവട് 2025 എന്ന പേരിൽ ഒരു കളി സംഘടിപ്പിക്കാനും ഒരു ചവിട്ടുത്സവം അത് ഈ വരുന്ന 17-ാം തീയതി മുതുതല ARM ടെറത്തിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 1001 എന്നാണ് അതിനൊരു നമ്പറായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ അതിലധികം 1000-ലധികം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ചവിട്ടുത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ കരുത്ത് മുതുതലയുടെ കുടുംബശ്രീയുടെ കൂട്ടായ്മ തെളിയിപ്പിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ കാണുന്നത്. എന്തായാലും 245 അയൽക്കൂട്ടങ്ങൾക്ക് കീഴിലായി 3924 അയൽക്കൂട്ട അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് മുതുതല പഞ്ചായത്ത് കുടുംബശ്രീ CDS. ഇതിനകം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വള്ളുവനാടിൻ്റെ തനത് കലാരൂപമായ ചവിട്ടുകളിയെ ജനകീയവൽക്കരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ചവിട്ടുകളി സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ആനന്ദവല്ലി, PM ഉഷ ടീച്ചർ, P ഗീത, HK സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എ ഹോം ടു യുവർ ഓൺ പദ്ധതിയിൽ ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളിൽ ബാക്കി 2 വീടുകളുടെ താക്കോൽദാനം ഏപ്രിൽ 17 നടക്കും. രണ്ടാം ഘട്ടത്തിലെ 6 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവും അന്നേ ദിവസം നടക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി U പമ്പാവാസൻ നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 രൂപീകരിച്ച ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പത്രപരസ്യത്തിലൂടെ ലഭിച്ച അപേക്ഷകളിൽ ട്രസ്റ്റിൻ്റെ പ്രതിനിധികൾ നേരിട്ട് സന്ദർശിച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ട അപേക്ഷകളിൽ ട്രസ്റ്റിൻ്റെ ബോർഡ് അംഗീകാരം കൊടുത്ത 10 വീടുകളാണ് ഓരോ വർഷവും നിർമ്മിച്ചു നൽകുന്നത്. 500 ചതുരശ്ര അടിയിലാണ് വ്യത്യസ്ത മാതൃകകളിൽ വീടുകൾ നിർമ്മിക്കുന്നത്. വീട് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കുന്നുണ്ടെന്ന് ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹികപരമായി അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടി വളരെ ഡീപ്പായിട്ട് നടത്തി വരികയാണ്.
ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. 14ാമത്തെ പരിപാടിയുടെ അജണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 14ാം തീയതിയാണ് 2 വീടുകളുടെ താക്കോൽദാനവും 6 വീടുകളുടെ MOയും. ഇനി ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഒരുപാട് സംസാരിച്ച് പറഞ്ഞൊരു ആവർത്തന വ്യവസ്ഥ ഞാൻ വരുത്തുന്നില്ല. ആദ്യഘട്ടം നിർമ്മിച്ച വീടുകളിൽ ബാക്കി 2 വീടുകളുടെ താക്കോൽദാനമാണ് ഏപ്രിൽ 17 നടക്കുക. കൈലാസം ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ 6 രണ്ടാം ഘട്ട ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവും നടക്കും. അടുത്ത ഘട്ടത്തിലെ 10 വീടുകളിൽ 6 എണ്ണത്തിൻ്റെ സമ്മതപത്ര വിതരണം നടക്കും. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ DYSP മനോജ് കുമാർ എന്നിവർ സമ്മതപത്ര വിതരണം നിർവഹിക്കും. ആദ്യഘട്ടത്തിലെ ബാക്കി 2 വീടുകളുടെ താക്കോൽദാനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റി U പമ്പാവാസൻ നായർ, PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട്, ഇസഹാക്ക് ചേക്കു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഞ്ചേരി തൃഷ ചാരിറ്റബിൾ ട്രസ്റ്റും അലൈഡ് മാനേജ്മെന്റ് കോളേജ് ആന്റി ഡ്രഗ് സെല്ലും സംയുക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്റി ഡ്രഗ് ക്യാമ്പയിന് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാമസ്വാമി ഭദ്രദീപം തെളിയിച്ചു. ഡയറക്ടർ ഡോക്ടർ മീന രാമസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. അലൈഡ് മാനേജ്മെന്റ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ K ബൈജു അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അച്യുത് അശോക് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിഗ് ബോസ് ജേതാവും സിനി ആർട്ടിസ്റ്റുമായ അഖിൽ മാരാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിശബ്ദത പാലിക്കാതിരിക്കും. നമ്മളെല്ലാവർക്കും ചേർന്ന് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്താം. ഇപ്പൊ ഇവിടെ ഒരു ഉപദേശം എന്ന രീതിയിൽ മയക്കുമരുന്നിനെയും ലഹരിയെയും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഉപദേശം നൽകിയാലൊന്നും ആരും നന്നാവുന്നില്ല. ഞാനെന്നല്ല, അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും വന്നിട്ട് ഇതിന്റെ ക്യാമ്പയിൻ ആയി. തൃഷ ഡയറക്ടർ മണികണ്ഠൻ രാമസ്വാമി, K സന്ധ്യ, കോളേജ് ചെയർമാൻ വൈഷ്ണവ് K വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വ്യാപാരികളും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കം സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. യന്ത്രം ഉപയോഗിച്ചുള്ള കയറ്റിറക്കാണ് തർക്കത്തിന് ആധാരം. ഈ വിഷയത്തിൽ നിങ്ങൾ വ്യാപാരിക്കൊപ്പമോ തൊഴിലാളികൾക്കൊപ്പമോ? മാറ്റലിയിലേക്ക്. വർഷത്തിലേറെയായി ഞങ്ങൾ തൊഴിലെടുക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രകാശേരി. ഈ സ്ഥാപനത്തിൽ നിലവിൽ തൊഴിൽ കാർഡോ ഒന്നുമില്ലാത്ത അന്യ സംസ്ഥാന തൊഴിലാളികളാണ് തൊഴിലവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോഡിറക്കാൻ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ആദ്യം മുതലേ ഞങ്ങൾ എല്ലാ പണിയും എടുത്തിരുന്നതാണ് അവിടെ. എന്നാൽ ഒരു ക്രെയിൻ സംവിധാനം വന്നതോടുകൂടി കമ്പി, പട്ട എന്നീ സാധനങ്ങൾ അവരെ തൊഴിലാളികൾ കൊണ്ടാണ് അവരത് സ്ഥാപിച്ചത്. ആ പണി ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടത്. പിന്നെ കിട്ടിയിരുന്നത് വെറും സിമൻറ്റ് മാത്രമാണ് അവർ ചെയ്യുന്നത്. ആ സിമൻറ്റ് ഇറക്കൽ കൂടി മൂപ്പരിക്ക് ലാഭമില്ല പറഞ്ഞുകൊണ്ടാണ് മൂപ്പര് തൊഴിലാളികളെ ഒഴിവാക്കാനുള്ള ഒരു പ്ലാനുമായി മൂപ്പര് യന്ത്ര സഹായത്തോടു കൂടെ. എന്നാൽ ആ യന്ത്രം ആ സിമൻറ്റ് ഇറക്കുന്നത് യാതൊരുവിധ ഇതിനും കഴിയാത്തൊരു സംവിധാനമാണ്. ഒരു നോക്കുകുത്തിയായിട്ടുള്ളൊരു യന്ത്രമാണ് അയാൾ ഈ സിമൻറ്റ് ഇറക്കാൻ കൊണ്ടുവന്ന് വെച്ച്. ആ ഒരു യന്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് അയാളുടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊരു തൊഴിൽ നിഷേധമാണ്. കാരണം ഞങ്ങൾ 10-20 കൊല്ലമായി പണിയെടുത്തിരുന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ പണി പെട്ടെന്ന് ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു പണത്തിൻ്റെ പൊതിയുടെ പേരിലാണ് അയാളിപ്പോൾ ഞങ്ങളുടെ പണി ഒഴിവാക്കുന്നത്. ഇതിൽ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഷൊർണൂർ കുളപ്പുള്ളിയിൽ വ്യാപാരിയും CITU തൊഴിലാളികളും തമ്മിലുണ്ടായ തർക്കത്തിൽ എൻ്റെ അഭിപ്രായം പറയാനുള്ളത്, കാലാനുസൃതമായ മാറ്റത്തിന് ആരാണെങ്കിലും അത് ആ മാറ്റം സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ഒരു വ്യാപാരിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു സംരംഭം തുടങ്ങി അതിൽ 10 പേർക്ക് ജോലി കൊടുത്ത് ആ സംരംഭത്തെ വിജയിപ്പിക്കാനാണ് നമ്മൾ ഈ കേരളത്തിൽ ശ്രമിക്കേണ്ടത്. അങ്ങനെ വിജയിപ്പിക്കേണ്ട സംരംഭങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ആരുടെ ഭാഗത്തുനിന്നാലും ഉണ്ടാകുന്ന രീതി ശരിയല്ല. പ്രത്യേകിച്ച് തകർക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അടിക്കുന്ന ഒരു വീഡിയോ ഈയിടെ കാണാനിടയായി. ഒരിക്കലും അതിനോടൊന്നും, അത് ആര് ചെയ്താലും ഒരിക്കലും അതിനോടൊന്നും യോജിക്കാൻ എന്നെ സംബന്ധിച്ചോളം താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഹെഡ്ഗേവാർ പേര് വിവാദം. ഭിന്നശേഷിക്കാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവഹേളിച്ചെന്നാരോപിച്ച് MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. MLA വികസന വിരോധിയെന്ന നേതാക്കൾ ഭിന്നശേഷിക്കാരെയോ രക്ഷിതാക്കളെയോ കുറിച്ച് താൻ തെറ്റായ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും സമരം ചെയ്യുമ്പോൾ അതിന് അന്തസ്സ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ വെല്ലുവിളിക്ക് മുന്നിൽ തലകുനിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU. യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. പ്രതിഷേധത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് തൊഴിലാളികൾ. തൃശൂർ കളക്ടറേറ്റിലും പാലക്കാട് RDO ഓഫീസിലും ബോംബ് ഭീഷണി. ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിൽ വഴി. സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരിച്ചു. വാടാനപ്പള്ളിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹപ്രവർത്തകൻ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പത്തനംതിട്ട സ്വദേശി അനിൽകുമാർ. സംഭവത്തിൽ കോട്ടയം സ്വദേശി ഷാജു ചാക്കോ അറസ്റ്റിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ കത്തിക്കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക്. 2 പേർ ചേലക്കര പോലീസിന്റെ പിടിയിൽ. MDMA കേസിൽ വിദേശ പൗരനെ അറസ്റ്റ് ചെയ്ത് കുന്നംകുളം പോലീസ്. പിടിയിലായത് താൻസാനിയ സ്വദേശിയായ യുവാവ്. പ്രണയം നടിച്ച് പീഡിപ്പിക്കാനുള്ള ശ്രമം എതിർത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി FTSC. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലുള്ള മാലിന്യ സംസ്കരണശാലയ്ക്കെതിരെ വിവാദമുയർത്തുന്നത് വികസന വിരുദ്ധരെന്ന് ചെയർപേഴ്സൺ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടെ സംസ്കരണശാല ആധുനികവൽക്കരിക്കുന്നതാണ് അസഹിഷ്ണുതയ്ക്ക് കാരണമെന്നും ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ K. ജാനകിദേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം മാലിന്യ സംസ്കരണശാല സന്ദർശിച്ചു. വരവായി തൃശൂർ പൂരം. പാറമേക്കാവിന്റെ പൂരപ്പന്തലിന് കാൽനാട്ടി. പന്തൽ ഉയരുക തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിൽ. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം 25-ന്. നടുവിലാലിലും നായ്ക്കനാലിലും പന്തൽ ഉയരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.